1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് സോയാ സോസ് ആണ്. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കാം. കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് സ്പ്രിംഗ് ഒണിയൻ കൂടെ ചേർക്കാം. എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഡ്രൈ ആക്കി വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർക്കാം. മുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം.